കാശെറിഞ്ഞ് കാശുവാരുന്ന ഡോക്ടർ നികിത ബ്രഹ്മദത്തൻ ഉത്സവ എഴുന്നള്ളത്തിനായി ആനയെ വരെ സ്പോൺസർ ചെയ്തു. കെണിയിലായത് നിരവധി പേർ. കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. ഡോക്ടറാണെന്ന് സ്വയം പരിചയപ്പെടുത്തി യുവാവിനെ 1.5 വർഷമായി വഞ്ചിച്ച കേസിൽ യുവതി പിടിയിലായ സംഭവം കേരളത്തെ ഞെട്ടിച്ചിരുന്നു. ശതകോടീശ്വരിയായ മണിശ്ശേരി മനയിലെ ഡോക്ടർ നികിത ബ്രഹ്മദത്തന്റെ മുഖംമൂടിയാണ് അഴിഞ്ഞു വീണത്. ഇപ്പോൾ ഇതാ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. കോട്ടും സ്യൂട്ടുമിട്ട് അനുചാരന്മാരുമായി വന്ന് തന്മയത്വത്തോടെ കള്ളക്കഥകൾ പറഞ്ഞ് ആളുകളുടെ വിശ്വാസം നേടിയെടുത്താണ് മലപ്പുറം മണ്ണാർക്കാട്ടുകാരി മുബീന മുഹമ്മദ് വൻ തട്ടിപ്പുകൾ നടത്തിയിരുന്നത്. 35-കാരിയുടെ വലയിൽ വീണ് പണം നഷ്ടപ്പെട്ടത് നിരവധി പേർക്കാണ്. മൂക്കത്ത് വിരൽ വെച്ചു പോകുന്ന ഈ തട്ടിപ്പ് പരമ്പരയ്ക്ക് പിന്നിൽ മുബീന ഒറ്റയ്ക്കാണോ എന്നാണ് ചോദ്യമുയരുന്നത്. നികിത ബ്രഹ്മദത്തന് പിന്നിൽ വൻ അധോലോക സംഘമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. ഏറ്റവും പുതിയ വിവരമനുസരിച്ച് അടുത്തിടെ തെക്കൻ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ പതിവ് സന്ദർശകയാണ് മുബീന. നികിത ബ്രഹ്മദത്തൻ എന്നാണ് അവിടെയും പരിചയപ്പെടുത്തിയത്. പാലഭിഷേകം, നെയ്യഭിഷേകം, ഉത്സവ എഴുന്നള്ളത്തിനായി ആനയെ ഉൾപ്പെടെ മുബീന സ്പോൺസർ ചെയ്തിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. ക്ഷേത്രം കേന്ദ്രീകരിച്ച് ആരെങ്കിലും ഇവരുടെ വലയിൽ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷണ സംഘം പരിശോധിക്കുകയാണ്. 35-കാരി തട്ടിപ്പ് കേസിൽ റിമാൻഡിലായ വിവരം പുറത്തു വന്നതിന് പിന്നാലെ സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി നിരവധി പേരാണ് അന്വേഷണ സംഘത്തെ ബന്ധപ്പെടുന്നത്. ആൾമാറാട്ട തട്ടിപ്പ് പരാതികളുടെ ആധികാരികത ഉറപ്പുവരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. 35 വയസ്സ് പ്രായം, 9ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത, മണ്ണാർക്കാട് പയ്യനടത്തെ മുസ്ലിം കുടുംബത്തിൽ ജനനം, യഥാർത്ഥ പേര് മുബീന മുഹമ്മദ്. ജീവിത പങ്കാളി ഇതേ കേസിൽ പിടിയിലായ 2ാം പ്രതി ശ്യാം സന്തോഷ്. സ്വയം പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ നികിത ബ്രഹ്മദത്തനെന്ന്. ഈ പേരിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. കാവിൽപ്പാട് നാഗേക്ഷിക്കാവിലെ പൂജാരിയാണ് നിലവിൽ അറസ്റ്റിലായ സംഭവത്തിലെ പരാതിക്കാരൻ. മണിശ്ശേരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഏകമകൾ ഡോക്ടർ നികിത ബ്രഹ്മദത്തനാണെന്ന് പറഞ്ഞാണ് യുവതി പരാതിക്കാരനെ പരിചയപ്പെട്ടത്. കോടികളുടെ ഏക അവകാശിയാണെന്നും തറവാട്ടിൽ ആണവകാശികളില്ലാത്തതിനാൽ യുവാവിനെ ദത്തെടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇക്കാര്യം സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി നൽകുകയും ചെയ്തു. പിന്നീട് ഇവർ തമ്മിൽ 1 വർഷത്തോളം സൗഹൃദം തുടർന്നു. പിന്നീട് ഇടയ്ക്കിടെ താൻ ജോലി ചെയ്യുന്നുവെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കും കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും വിളിച്ചു വരുത്തും. സ്റ്റെതസ്കോപ്പ് കഴുത്തിലണിഞ്ഞ ഡോക്ടറായി അഭിനയം. പലതവണ ഡോക്ടറെ വേഷമണിഞ്ഞ ആശുപത്രിക്ക് അകത്തുനിന്നും പുറത്തുനിന്നും കണ്ടതോടെ പരാതിക്കാരൻ എല്ലാം വിശ്വസിച്ചു. ഇതിനിടയിൽ താൻ നിർമ്മിക്കാൻ പോകുന്ന IVF ആശുപത്രിയുടെ പങ്കാളിയാകണമെന്ന് പറഞ്ഞ് 70 ലക്ഷത്തോളം രൂപ പൂജാരിയിൽ നിന്ന് പലതവണയായി കൈപ്പറ്റി. 2023-ലാണ് തട്ടിപ്പിനിരയായ പാലക്കാട് കാവിൽപ്പാട് നാഗേക്ഷിക്കാവിലെ പൂജാരി സൗത്ത് പോലീസിൽ പരാതി നൽകിയത്. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ച പോലീസ് യുവതിയുടെ പങ്കാളിയെ ആദ്യം അറസ്റ്റ് ചെയ്തു. 2 വർഷം നീണ്ട തിരച്ചിലിനൊടുവിലാണ് തിങ്കളാഴ്ച രാവിലെ എറണാകുളത്തെ സ്വകാര്യ ഷോപ്പിംഗ് മാളിൽ നിന്നും മുബീന പിടിയിലാകുന്നത്. വിവിധ ജില്ലകളിൽ പല പേരുകളിൽ പല സ്ഥലത്തും ഒളിവിൽ കഴിയുകയായിരുന്നു പ്രതി. പാലക്കാടിന് പുറമെ ആലപ്പുഴ, കോഴിക്കോട്, എറണാകുളം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലും യുവതിയുടെ പേരിൽ നിരവധി തട്ടിപ്പ് കേസുകളുണ്ട്. പരിചയപ്പെടുന്നവരോട് പണം ചോദിച്ചു വാങ്ങും, ആദ്യം തിരിച്ചു നൽകും. വിശ്വാസം ആർജിച്ച ശേഷം കൂടുതൽ തുക വാങ്ങിയെടുത്ത് മുങ്ങുന്നതാണ് പ്രതിയുടെ രീതിയെന്നാണ് പോലീസ് പറയുന്നത്. തട്ടിപ്പിൽ കുടുങ്ങിയ പലരും മാനഹാനി ഭയന്ന് പരാതിയുമായി മുന്നോട്ട് വരാത്തതാണ് മുബീനയുടെ ആത്മവിശ്വാസം കൂട്ടിയത്. പ്രതിയെ പിടികൂടിയതോടെ ആൾമാറാട്ട തട്ടിപ്പ് പരമ്പരയുടെ ചുഴലഴിക്കാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ.